ഹലോ ഗായ്സ്, എൻ്റെ തിരുക്കിത്ത ട്രാൻസിഷൻ്റെ ബിഹൈൻഡ് ദ സീൻ ആണ്. ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു ഫസ്റ്റത്തെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടി പോയി. നഖത്തിൽ നെയിൽ പോളിഷൊക്കെ ഇടാൻ വേണ്ടി നെയിൽ പോളിഷൊക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷെ മറന്നു പോയി ഗൈസ്. പകുതി എത്തിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് തന്നെ. പിന്നെ വിചാരിച്ചു മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് നെയിൽ പോളിഷ് ഇടാന്ന്. 2 കയ്യിലിട്ട് വെച്ച ടാസ്ക് ആണെങ്കിൽ തന്നെ ആയിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടി. പിന്നെ ഒരു 10 മിനിറ്റ് തന്നെ ഞാനത് പോയി കഴുകി സാരിയൊക്കെ കൊടുത്തത് എൻ്റെ അമ്മേൻ്റെ കല്യാണ സാരിയാണ് ഗൈസ്. പക്ഷെ ഞാനൊരു പൊട്ടത്തന്നെ ചെയ്ത് ഒരുങ്ങാൻ മറന്നുപോയി. സാരി ഉടുത്തിട്ടാണ് ഒരുങ്ങുന്നത്. അതുങ്ങാൻ തട്ടി സാരിലോട്ട് വീണാൽ പിന്നെ എൻ്റെ കഥ കഴിഞ്ഞു പോയി. സാരിയാണെങ്കിൽ അഴിഞ്ഞഴിഞ്ഞ് കാണുമായിരുന്നു. ഞാൻ പൊട്ടൊക്കെ ഇട്ട് കണ്ണെഴുതി കഴിഞ്ഞിട്ട് ഇച്ചിരി വലിയ പൊട്ടാണ് ഇടുന്നത്. കാരണം എൻ്റെ പകുതി വീഡിയോസിൽ ഞാൻ പൊട്ടിട്ടാലും പൊട്ട് കാണാറില്ല. പിന്നെ ഞാൻ അടിയിലും കണ്ണെഴുതി അത്യാവശ്യം നല്ല ബോൾഡ് ആക്കിയിട്ടാണ് എഴുതിയത്. എന്നാലും വീഡിയോയിൽ അങ്ങനെ എടുത്ത് അങ്ങോട്ട് കാണുന്നില്ല. പിന്നെ ഞാൻ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഓർണമെന്റ്സിൻ്റെ കാര്യത്തോട്ട് പോയി. അമ്മലിന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എഴുതിയിടണമെന്ന്. ഞാൻ ആദ്യം ഇട്ട് തന്നെ ചൂസ് ചെയ്തു. പിന്നെ ഞാൻ മൂക്കുത്തിൻ്റെ കാര്യത്തിലോട്ട് പോയി. മൂക്കുത്തി ഇട്ട് നോക്കി ഇടണോ വേണ്ടയോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നിന്നു. പിന്നെ അവസാനം എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പം ഞാനത് വെച്ചു. ഞാൻ മുടിയൊക്കെ കെട്ടി ചുട്ടി വെക്കണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിന്നു. എനിക്കത് ശരിക്കും വെക്കാൻ അറിയാത്തതുകൊണ്ട് മുടീൻ്റെ ഇടയിലൊക്കെ കുത്തി കയറുകയും അത് അഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യാണ്. അപ്പം പിന്നെ ഞാനത് ഒഴിവാക്കി ഗൈസ്. പിന്നെ ലോക്കെല്ലാം നോക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി. ഇന്നത്തെ കൂരി ഇട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മാല ഇടാത്ത കാര്യം. ആ സാരി വെറുതെ തോളത്തോട്ട് വെച്ച് നോക്കിയാണ് ഗൈസ്. പിന്നെ ഇതാണ് എൻ്റെ ആഫ്റ്റർ സീന്. സാരി മടക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മൂക്കുത്തിയും കമ്മലൊക്കെ അഴിച്ചു വെച്ചു. കയ്യിൽ മൈലാഞ്ചി ഇട്ടാണെന്ന് അറിയില്ല, എനിക്ക് ഒരു ഡാൻസ് കഴിഞ്ഞു വന്ന ഫീൽ ആയിരുന്നു ഗൈസ്. പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടി അമ്മ ഇടക്കരെ പോയിട്ട് വന്നപ്പോൾ പഴംപൊരിയും പരിപ്പുവടയും ഉള്ളിവടയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ അത് കഴിച്ചിട്ട് ഞാൻ പിന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പോയി. പിന്നെ കൺമഷി തൂത്തുകളയാൻ വേണ്ടി ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഗൈസ് എടുത്തത്. അങ്ങനെ കൺമഷിയും പൊട്ടൊക്കെ തൂത്തുകളഞ്ഞിട്ട് ഞാൻ പിന്നെ ലിപ്സ്റ്റിക്കും കൂടെ അങ്ങോട്ട് തൂത്ത് കളഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മുഖമൊക്കെ നല്ലോണം കഴുകിയിട്ട് ചുണ്ടയിൽ നല്ല ശുദ്ധമായ നെയ്യ് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്ത് തേച്ചു. അപ്പം ശരി ഗായ്സ്.